നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലെ കാലിഫോർണിയയുടെ സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ കാലിഫോർണിയ അതിന്റെ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് റിവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ബജറ്റിലൂടെ ഗവർണർ ഗാവിൻ ന്യൂസം മുന്നോട്ട് വെക്കുന്നത് സാമ്പത്തിക അച്ചടക്കവും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ പദ്ധതികളാണ്. വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബജറ്റ് കമ്മി എന്ന വലിയ പ്രതിസന്ധിയെ മറികടന്ന് 2028 ജൂലൈ വരെ സംസ്ഥാനത്തിന് സാമ്പത്തിക കമ്മി ഉണ്ടാവില്ലെന്ന പ്രഖ്യാപനമാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്തൊക്കെയാണ് ഈ പുതിയ ബജറ്റിലെ പ്രധാന മാറ്റങ്ങൾ? ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസത്തിനും ചെറുകിട സംരംഭങ്ങൾക്കും ഈ ബജറ്റ് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി തന്നെ നോക്കുന്നത്. ഗവർണർ ന്യൂസമിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് കാലിഫോർണിയയുടെ കടബാധ്യതകൾ തീർക്കാനുള്ള തീരുമാനമാണ്. ഈ വർഷവും അടുത്ത വർഷവും സംസ്ഥാനത്തിന് സീറോ ഡെഫിസിറ്റ് ആയിരിക്കണമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. ഇതിനായി ജനറൽ ഫണ്ട് ചെലവുകളിൽ $1.8 ബില്യൺ കുറവ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ കണക്കാക്കിയിരുന്നതിനേക്കാൾ $16.5 ബില്യൺ അധിക വരുമാനം ലഭിച്ചത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായി. ഇതിന് പ്രധാന കാരണം കാലിഫോർണിയയിലെ കുതിച്ചുയരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയും സ്റ്റോക്ക് മാർക്കറ്റിലെ ഉണർവുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഭാവിയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ ഏകദേശം $30 ബില്യൺ കൂടുതൽ ധനമായി സംസ്ഥാനം മാറ്റിവെക്കുന്നുണ്ട്. ഇത് കാലിഫോർണിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയാണ്. ആരോഗ്യ മേഖലയിലാണ് ഈ ബജറ്റിലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അഫോർഡബിൾ കെയർ ആക്ട്, അതായത് ACA സബ്സിഡികൾ സംബന്ധിച്ച കേന്ദ്ര നിലപാടുകൾക്ക് വിരുദ്ധമായി കാലിഫോർണിയയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ഉറപ്പാക്കാൻ $300 ബില്യൺ ഗവർണർ നീക്കിവെച്ചിരിക്കുന്നത്. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് മാസം $0 പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നത് തുടരാനും ഈ തുക വിനിയോഗിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഫെഡറൽ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങളിൽ കുറവുണ്ടായാലും കാലിഫോർണിയക്കാരെ അത് ബാധിക്കില്ലെന്ന് ഗവർണർ ഉറപ്പു നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഈ ബജറ്റ് നൽകിയിരിക്കുന്നത്. ഏകദേശം $5 ബില്യൺ സ്പെഷ്യൽ ഗ്രാന്റ് ആണ് അധ്യാപകരുടെ പരിശീലനത്തിനും സ്കോളർഷിപ്പുകൾക്കുമായി ഗവർണർ മാറ്റിവെച്ചിരിക്കുന്നത്. കൂടാതെ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ ജീവനക്കാർക്കും അധ്യാപകർക്കും 14 ആഴ്ച ശമ്പളത്തോടു കൂടിയ പ്രസവാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ $2.4 ബില്യൺ വർധനവ് വരുത്തിയത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളിൽ വായനയും മാത്തമാറ്റിക്സും മെച്ചപ്പെടുത്താൻ $500 ബില്യൺ ബജറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. ശിശു സംരക്ഷണം, സ്കൂളുകൾ, ഉന്നത വിദ്യാഭ്യാസം, പൊതുസുരക്ഷ, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, ശുദ്ധമായ ഊർജം, പുതിയ ബിസിനസ്സുകൾ, സംസ്ഥാനത്തിന്റെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് വലിയ പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയതായി തുടങ്ങുന്ന ലക്ഷക്കണക്കിന് ബിസിനസ്സുകളുടെ LLC ഫീസിൽ 50% ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കാലിഫോർണിയയെ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമായി നിലനിർത്താൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വലിയ കോർപ്പറേറ്റുകൾക്ക് നൽകിയിരുന്ന ടാക്സ് ക്രെഡിറ്റുകളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഗവർണർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം പൊതുസേവനങ്ങൾക്കായി ഉപയോഗിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാലിഫോർണിയ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ കാട്ടുതീ ബാധിച്ചവരെ സഹായിക്കാൻ $100 മില്യൺ ഡിസാസ്റ്റർ റീബിൽഡിംഗ് ഫണ്ട് എന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കും. ഇൻഷുറൻസ് തുക മതിയാകാതെ വരുന്നവർക്ക് വീടുകൾ പുനർനിർമ്മിക്കാൻ കുറഞ്ഞ പലിശയിൽ ലോണുകൾ നൽകാൻ ഇത് സഹായിക്കും. ഭവന നിർമ്മാണ രംഗത്തെ അനാവശ്യ ഫീസുകൾ ഒഴിവാക്കി കുറഞ്ഞ ചെലവിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനുള്ള പരിഷ്കാരങ്ങളും ഈ ബജറ്റിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട്. 2026 ഈ മെയ് റിസർവ് ബജറ്റ് നിരവധി പുതിയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ച് കമ്മി ഇല്ലാതാക്കുമ്പോൾ തന്നെ മറുവശത്ത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിക്ഷേപം നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കവും പുരോഗമനപരമായ മൂല്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കാലിഫോർണിയ തെളിയിക്കുകയാണെന്നാണ് ബജറ്റ് അവതരണത്തിന് ശേഷം ഗവർണർ പറഞ്ഞിരിക്കുന്നത്.